ഒരു പിതാവിനെയാണ് നാം കാണുന്നത്. പൗലോസ് ഒരു പിതാവായിട്ട് നമുക്ക് ആ സുവിശേഷം താൻ എങ്ങനെ തനിക്ക് വെളിപ്പെട്ട സുവിശേഷം താൻ ജാതികൾക്ക് അത് വെളിപ്പെടുത്തുവാനും ആ മർമ്മം എന്തെന്ന് നമ്മളോട് പറഞ്ഞു തരുന്നു. മാത്രമല്ല ആ മർമ്മത്തിന്റെ ഭാഗവാക്കാകുവാൻ നമുക്ക് വേണ്ടി പൗലോസ് ഈ അധ്യായത്തിൽ ശ്രദ്ധയോട് പ്രാർത്ഥിക്കുന്നതായിട്ടും നാം കാണുന്നു. അവിടെ ആദ്യത്തെ 1-2 വാക്യങ്ങൾ 3 വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ, അത് നിമിത്തം പൗലോസ് എന്ന ഞാൻ ജാതികളായ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവേശുവിന്റെ ബദ്ധനായിരിക്കുന്നു. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്ക് ഒരു മർമ്മം അറിവായി വന്നുവെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇവിടെ പൗലോസ്, നമുക്കറിയാം ഇതൊരു കാരാഗ്രഹ ലേഖനമാണ്. പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ ഹൗസ് അറസ്റ്റിലായിരുന്നു. അദ്ദേഹത്തിന് വളരെ ലിമിറ്റഡ് പ്രിവിലേജസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമുക്കറിയാം. ദൈവവചനം പഠിപ്പിക്കുവാനും എഴുതുവാനും ഒക്കെ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. ചില സന്ദർശകരെയും ആ സമയത്ത് അലൗ ചെയ്തിരുന്നു. എന്നാൽ ഒരു ഹൗസ് അറസ്റ്റിലായിരുന്നു. എന്നാൽ ഇവിടെ പൗലോസ് ആ ഹൗസ് അറസ്റ്റിലായിരുന്നത് ക്രിസ്തു നിമിത്തമാണ്, സുവിശേഷ നിമിത്തമാണ് അദ്ദേഹം നീറോ ചക്രവർത്തിയുടെ അറസ്റ്റിലായിട്ട് മാറുന്നത്. എന്നാൽ അദ്ദേഹത്തിന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു താൻ ലൗകികമായിട്ട് അല്ല, ലോകത്തിലെ അധിപതിയുടെ അറസ്റ്റിലല്ല, ക്രിസ്തു നിമിത്തം ക്രിസ്തുവിന് വേണ്ടി അറസ്റ്റിലാണെന്നുള്ള വ്യക്തമായ ധാരണ പൗലോസിനുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ശരീരത്തില് ശാരീരികമായി അദ്ദേഹത്തെ തടവിലാക്കുവാൻ സാധിക്കുന്നെങ്കിലും അദ്ദേഹം ആത്മീയമായിട്ട് ദൈവവേലയിലായിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിലും പ്രതികൂലങ്ങൾ, പ്രയാസങ്ങളൊക്കെ നമ്മുടെ ശരീരത്തെ, മനസ്സിനെയൊക്കെ തളർത്തി കൊടുക്കുമെങ്കിലും ആത്മാവ് ഓരോ നിമിഷവും പുതുക്കപ്പെടുന്ന ഒരു ആത്മാവ് ആണ് നമുക്ക് ഉണ്ടാകേണ്ടതെന്ന് ഇവിടെ പൗലോസ് പറയുകയാണ്. നമ്മുടെ സാഹചര്യങ്ങൾ എന്തു തന്നെ ആയിരുന്നാലും നമ്മെ വിളിച്ച ദൈവത്തെ കുറിച്ച് നാം ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് നമുക്കൊരു ഉറപ്പുണ്ടെങ്കിൽ നമ്മുടെ ഏത് കാരാഗ്രഹ സമാനമായ അനുഭവങ്ങളെയും നമുക്ക് നന്മയാക്കി തീർക്കുവാൻ സാധിക്കുമെന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കുന്നു. മാത്രവുമല്ല, അദ്ദേഹം കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ ഈ ലേഖനങ്ങളൊക്കെ വ്യക്തമായിട്ട് എഴുതുകയും കർത്താവിന്റെ മുൻകാലങ്ങളിൽ വെളിപ്പെടാതിരുന്ന മർമ്മം കൃത്യമായി നമുക്ക് വെളിപ്പെടുത്തി തന്റെ ലേഖനത്തിലൂടെ സഭയ്ക്ക് വെളിപ്പെടുത്തി തരുന്നു. അതുപോലെ നമുക്കറിയാം പത്മോസ് ദ്വീപിൽ യോഹന്നാൻ തടവിലായിരുന്നു. എന്നാൽ തടവിലായിരുന്ന യോഹന്നാന് അദ്ദേഹം ആത്മാവിന്റെ തടവുകാരനാകാതെ ക്രിസ്തു നിമിത്തം ബദ്ധനായി ക്രിസ്തുവിന്റെ പ്രവൃത്തി ചെയ്യുവാൻ തന്റെ ശാരീരികമായി ഒതുക്കപ്പെട്ട അവസ്ഥകൾ ഉപയോഗിക്കുന്നതായിട്ട് കാണാം. ചില സമയങ്ങളിലൊക്കെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് യാത്രകളെ ദൈവം തടസ്സപ്പെടുത്തിയേക്കാം. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമായെന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ആ സമയങ്ങളൊക്കെ നാം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ വിവിധ വഴികളുണ്ടെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്ക് ദൈവം തന്നിരിക്കുന്ന എഴുതുവാനുള്ള താലന്തുകൾ മറ്റുള്ളവരോട് സംസാരിപ്പാനായിട്ട്, മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുവാൻ, ദൈവവചനത്തിൽ ധൈര്യപ്പെടുവാനുള്ള അവസരങ്ങളൊക്കെ നമുക്ക് ഉപയോഗിച്ച് നമ്മുടെ ആത്മാവിനെ തടങ്കലിലാക്കാതെ മറ്റുള്ളവർക്കും ദൈവത്തിനും പ്രയോജനകരമായി ഉപയോഗിക്കാൻ നമുക്കും സാധിക്കുമെന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് പൗലോസിന്റെ ലേഖനത്തിലൂടെ നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ നാം മനസ്സിലാകുന്നത് ആത്മാവ് സംബന്ധിച്ച് നാം ദിനംതോറും വളരുവാനും സ്വതന്ത്രരായിരിക്കാനും ദൈവശക്തിയുടെ അളവറ്റ കൃപകളും ബലവും അനുഭവിക്കുവാനും നമുക്ക് ഏതവസ്ഥയിലും നമുക്ക് സാധിക്കുന്നതാണ്. അത് മാത്രവുമല്ല, അദ്ദേഹം ആ മർമ്മത്തെ കുറിച്ച് വീണ്ടും പറയുകയാണ്. നിങ്ങൾ അത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ അറിവായി വന്നിരുന്നില്ല. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരത്തിലും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ. ഇവിടെ നാം ഇതുപോലെ തന്നെ ആ മർമ്മത്തെ കുറിച്ച് നാം 1-ാം ലേഖനത്തിൽ വായിക്കുന്നതായിട്ട് നാം വായിച്ചല്ലോ.
അവിടെ നമുക്ക് വളരെ വളരെ ബ്രോഡായിട്ടാണ് ആ മർമ്മത്തെ വിശദീകരിക്കുന്നത്. അത് സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ക്രിസ്തുവിൽ ഒന്നാക്കി ചേർക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ വ്യക്തമായിട്ട് ഭൂമിയിലുള്ളതെന്ന് പറയുമ്പോൾ ജാതികൾ സുവിശേഷത്താല് ക്രിസ്തുവിൽ ഒന്നായി ചേരണം. ജാതികളും യഹൂദരും ക്രിസ്തുവിൽ ഒന്നായിത്തീരുന്നു. അവർ പരിച്ഛേദനക്കാരെന്ന് വിളിക്കപ്പെട്ട യഹൂദരും ജാതികൾ എന്ന് ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാതെ അന്യരും പരദേശികളുമായ ജാതികളും സുവിശേഷത്തിൽ ക്രിസ്തുവിൽ ഒന്നായിത്തീരുന്നു. നാം പഴയ നിയമത്തിൽ പലയിടങ്ങളിലും ജാതികൾക്കൊരു വീണ്ടെടുപ്പുണ്ട് എന്ന് വായിക്കുന്നുവെങ്കിലും അവരൊരു ക്രിസ്തുവിന്റെ സഭയുടെ ഭാഗമായി ഏക ശരീരമായി തീരുമെന്നും ആ സഭയ്ക്ക് ഒരു പ്രിവിലേജസ് ഒരവസ്ഥ നമുക്ക് ഉണ്ടാകുമെന്നുള്ളത് മറവായിരുന്നു. എന്നാൽ സുവിശേഷ നിമിത്തം ക്രിസ്തു മുഖേന ഇത് സാധ്യമായി തീർന്നു. ഇരുപക്ഷത്തെയും ക്രിസ്തുവിൽ ഒന്നായി തീർത്തു. മാത്രവുമല്ല, ആ ഏക ശരീരത്തിൽ ഏക ആത്മാവ് നൽകപ്പെട്ടു. ആ ഏക ആത്മാവാണ് നമ്മെ ക്രിസ്തുവിനോട് അടുപ്പിച്ചു നിർത്തുന്നതും മാത്രമല്ല നമുക്ക് ഈ മർമ്മം വെളിപ്പെടുത്തി തരുന്നതും. അപ്പോൾ അതുകൊണ്ട് അത് മുൻകാലങ്ങളിൽ ഇപ്രകാരം നാം എല്ലാവരും ക്രിസ്തുവിന്റെ ഒരു സഭയായി തീരുമെന്നുള്ളത് ഇപ്പോൾ വെളിപ്പെട്ടിരുന്നത് പോലെ, അഥവാ ക്രിസ്തു വന്നത് മൂലം, സുവിശേഷം മൂലം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പകർച്ച മൂലം നമുക്ക് ഓരോരുത്തർക്കും അറിവായി വന്നതുപോലെ മുൻകാലങ്ങളിൽ അറിവായിരുന്നില്ല. അത് മാത്രമല്ല, നാം 7-ാം അധ്യായത്തിൽ വായിക്കുന്നു, ആ സുവിശേഷത്തിനും ഞാൻ അവന്റെ ശക്തിയുടെ വ്യാപാര പ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാദാനത്താൽ ശുശ്രൂഷകനായി തീർന്നു. ഇവിടെ നമുക്കറിയാം, ക്രിസ്തുവിലൂടെയുള്ള വിടുതല്, രക്ഷ, ഇതൊക്കെയാണല്ലോ സുവിശേഷം. മാത്രവുമല്ല, അത് നാം ശുശ്രൂഷകരായി തീരുന്നത്, കർത്താവിനോട് ദൈവ ശുശ്രൂഷകരായി തീരുന്നത്, കർത്തൃ ശുശ്രൂഷകരായി തീരുന്നത് പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തിയിലാണ്. നമ്മുടെ മറ്റൊരു നന്മ കൊണ്ടുമല്ല, ദൈവകൃപയാലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലുമാണ് നാം ശുശ്രൂഷകരായി തീരുന്നതെന്ന് ഇവിടെ പൗലോസ് വ്യക്തമാക്കുന്നു. അത് മാത്രമല്ല, 8-ാം അധ്യായം നാം ഇങ്ങനെ വായിക്കുന്നു, സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെ കുറിച്ച് പ്രസംഗിക്കുവാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിന്റെ അനാദികാലത്തിൽ മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ എന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിക്കാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. ഇവിടെ പൗലോസ്, നമുക്കറിയാം, പൗലോസ് ക്രിസ്തുവിനോട് കൂടെ നടന്ന 12 അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ ഇല്ലാതെ ക്രിസ്തു മതത്തെ പെട്ടവരെ പീഡിപ്പിക്കുകയും സ്തെഫാനോസിനെ കല്ലെറിഞ്ഞുകൊണ്ട് നിന്നപ്പോൾ അങ്ങനെ അവരോട് കൂടെ ഉണ്ടായിരുന്ന ആളും ക്രിസ്ത്യാനികളെ നശിപ്പിക്കേണ്ടതിന് കത്തുമായി വരുന്ന അവസ്ഥകളൊക്കെ നമുക്കറിയാം. എന്നാൽ അങ്ങനെ ക്രിസ്ത്യാനിത്വത്തോടെ ഏറ്റവും ദൂരെ നിന്ന പൗലോസ് ഇവിടെ സുവിശേഷത്തിന്റെ അപ്രമേയ ധനത്തെ കുറിച്ച് പറയുവാനായിട്ട് ദൈവത്തിൽ നിന്ന് കൃപ പ്രാപിച്ചിരിക്കുന്നു. അപ്പൊ ആ വ്യവസ്ഥ നമ്മൾ ആ ദൈവകൃപയെ കുറിച്ചാണ് ഇവിടെ പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ഈ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഏറ്റവും ചെറിയ പൗലോസ് ഇതുമായി ഒരു ബന്ധവുമില്ലാതെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നവനായിരുന്ന പൗലോസ്, എന്നാൽ ആ വലിയ ദൈവം തന്റെ ക്രിസ്തുവിന്റെ സുവിശേഷം പറയുവാനായിട്ട് പൗലോസിനെ തെരഞ്ഞെടുക്കുന്നു. മാത്രമല്ല, അത് ആർക്കു വേണ്ടിയാണ്? ജാതികൾക്ക് വേണ്ടി. ജാതികൾ എന്ന് പറയുമ്പോൾ ക്രിസ്തുവുമായും വീണ്ടെടുപ്പുമായും ഇസ്രായേലുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതിരുന്ന ജനത്തിന് വേണ്ടിയാണ് ഇപ്പോൾ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നത്. അങ്ങനെ അവരും ക്രിസ്തുവിൽ ഒന്നായി തീരുക, ആ മർമ്മം സുവിശേഷം മൂലം, ദൈവശക്തി മൂലം വെളിവായി വരുന്നു. അതാണ് നാം ഇവിടെ വായിക്കുന്നത്.
സോ അത് മാത്രവുമല്ല, സകലവും സൃഷ്ടിച്ച ദൈവത്തിന്റെ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇല്ലതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിക്കാൻ ആയി ഈ കൃപ നൽകിയിരിക്കുന്നു. അങ്ങനെ ആ ദൈവകൃപ, സകലവും ദൈവത്തിന്റെ ആ വലിയ സ്നേഹം, ദൈവസ്നേഹം എന്ന് പറയുമ്പോൾ പുത്രനെ തകർത്ത് കളയുവാന് ദൈവം കാണിച്ച സ്നേഹം മാത്രമല്ല, ജാതികളായ ഒരു ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്ത നമ്മെ ദൈവത്തിൽ ഒന്നാക്കി തീർക്കാൻ എന്നുള്ള ആ മർമ്മം, അത് നമുക്കറിയാം. നാം ലോകസ്ഥാപനത്തിന് മുമ്പേ ഒരു പ്ലാൻ ദൈവത്തിനുണ്ടായിരുന്നു. ലോകത്തെ വീണ്ടെടുക്കുന്നതിന് ഉണ്ടായിരുന്നു. ജാതികളെ ക്രിസ്തുവിനോട് ചേർത്ത് പണിയുന്നതിന് കർത്താവിനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു മർമ്മം മറഞ്ഞു കിടന്നു. ഇത് പഴയ കാലങ്ങളിൽ അത് വെളിപ്പെട്ടിരുന്നില്ല എങ്കിലും അങ്ങനെ ഒരു പ്ലാൻ ദൈവത്തിനുണ്ടായിരുന്നു. സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ നമ്മെക്കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും ക്രിസ്തുവിനോട് ചേർത്ത് പണിയുക എന്നുള്ള ഒരു പ്ലാൻ ദൈവത്തിന് ഉണ്ടായിരുന്നതായിട്ട് നാം ഇവിടെ വായിക്കുന്നു. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയ പ്രകാരം സഭ മുഖാന്തരം അറിവായി വന്നു. അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കിലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ട്. ഇവിടെ നമ്മുടെ ആ രക്ഷയുടെ വീണ്ടെടുപ്പിന്റെ ഒക്കെ ഏറ്റവും കാതലായ ഭാഗമാണ് പൗലോസ് വിശദീകരിക്കുന്നത്. നമുക്ക് ദൈവസന്നിധിയിലേക്ക് പ്രവേശനമുണ്ട്. നമുക്ക് പാപികളായിരുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ പാപത്തിനോ പാപികൾക്കോ നിൽക്കാൻ സാധ്യമല്ലാത്ത ഒരിടമാണ് ദൈവസന്നിധി. എന്നാൽ ക്രിസ്തുവിന്റെ സ്നേഹം മൂലം, ക്രിസ്തു നമുക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തം മൂലം ദൈവസന്നിധിയിലേക്ക് നമുക്ക് പ്രവേശനം ലഭിച്ചു. അത് മാത്രമല്ല, ധൈര്യത്തോടെ നമുക്ക് ദൈവസന്നിധിയോട് അടുത്ത് ചെല്ലാം. നമ്മെ ചലഞ്ച് ചെയ്യുവാൻ, അല്ലെങ്കിൽ നമ്മെ കുറ്റം വിധിക്കുവാൻ കാരണമില്ല. പിശാചിന് നമ്മെ കുറ്റം വിധിപ്പാൻ സാധ്യമല്ല. നമ്മുടെ മനസാക്ഷിക്ക് നമ്മെ കുറ്റം വിധിപ്പാൻ സാധ്യമല്ല. കാരണം നമ്മുടെ മുഴു പാപത്തിന്റെയും പരിഹാരം കർത്താവ് ക്രൂശിൽ നിർവഹിച്ചതിനാൽ, നമ്മെ ജസ്റ്റിഫൈ ചെയ്തതിനാൽ, നമ്മെ സാങ്ക്ടിഫൈ ചെയ്തതിനാൽ നമുക്ക് ദൈവത്തോട് ധൈര്യത്തോട് നമുക്ക് അപ്രോച്ച് ചെയ്യാം. അങ്ങനെ ഒരു ധൈര്യം ക്രിസ്തു മൂലം നമുക്ക് സാധ്യമായി വന്നു. സുവിശേഷത്തിന്റെ മർമ്മമാണ് നാം ഇവിടെ വായിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന കഷ്ടങ്ങൾ നിങ്ങളുടെ മഹത്വമാകിയാൽ അവ നിമിത്തം അധൈര്യപ്പെട്ട് പോകരുതെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. പലപ്പോഴും നാം ദൈവജനം കഷ്ടത്തിലും പ്രയാസത്തിലും ആകുമ്പോൾ നമ്മളും അധൈര്യം വരുന്നു. അയ്യോ, എങ്കിലും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് എന്താണ് ഈ പീഡ, ദൈവം കാണുന്നില്ലേ എന്നൊക്കെ നാം വിചാരിച്ചേക്കാം. എന്നാൽ അങ്ങനെയുള്ളവരോട് പ്രത്യേകിച്ച് പൗലോസ് പറയാണ്, അനേകായിരങ്ങൾ കർത്താവിന് വേണ്ടി കഷ്ടം സഹിച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ഇതിലൊന്നും വിഷമിച്ചു പോകേണ്ട ആവശ്യമില്ല. കാരണം ഈ ക്രിസ്തുവിന്റെ മഹത്വം നിങ്ങളുടെ നന്മയ്ക്കായി പൗലോസിന്റെ കഷ്ടം ഈ മർമ്മത്തെ മാത്രമല്ല, സുവിശേഷം മൂലമുള്ള നീതീകരണത്തെ, പാപപരിഹാരത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും അതുമൂലം ലോകത്തിന്, സഭയ്ക്ക്, ജാതികൾക്ക് മഹത്വം ഉണ്ടാകുന്നതാലും താൻ അനുഭവിക്കുന്ന കഷ്ടങ്ങളെ കുറിച്ച് നാം ഭാരപ്പെടേണ്ടതില്ല എന്നാണ് പൗലോസ് ഇവിടെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലും ഉള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. ഈ മർമ്മത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ, ദൈവസ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ, ദൈവത്തിന്റെ അനാദി നിർണയത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ, കർത്താവ് ക്രിസ്തു മൂലം നമുക്കുള്ള ധൈര്യത്തെക്കുറിച്ച്, നമുക്കുള്ള പ്രവേശനത്തെക്കുറിച്ച് പൗലോസ് പറഞ്ഞു വരുമ്പോൾ, ഇതിനെല്ലാം കാരണഭൂതനായ ദൈവത്തിന് മുമ്പിൽ പൗലോസ് മുട്ടുമടക്കി ഓരോരുത്തർക്ക്, ലോകത്തിന് വേണ്ടി, വിശ്വാസ സമൂഹത്തിന് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. കാരണം ഇങ്ങനെയൊരു കൃപാ മഹത്വം നമുക്ക് സാധ്യമായല്ലോ, ഇങ്ങനെയൊരു പദ്ധതി നമുക്കുണ്ടായല്ലോ, ഇങ്ങനെ ഒരു വലിയവനായ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ തകർത്ത് കളയുവാൻ നമ്മളോട് കരുണ കാണിച്ചല്ലോ. നാം യഹൂദനെയും ജാതിയെയും ഒന്നാക്കി, ക്രിസ്തുവിൽ ഒന്നാക്കി ഒരു സഭയായി പണിയുവാൻ ദൈവം നമ്മോട് കരുണ കാണിച്ചല്ലോ എന്നുള്ള ആ ഒരു
അറിവിൽ ആ ഒരു കൃപ പ്രാപിച്ചപ്പോൾ, ആ ദൈവത്തിന്റെ പരിജ്ഞാനം പ്രാപിച്ചപ്പോൾ പൗലോസ് മറ്റു വിശുദ്ധന്മാർക്ക് വേണ്ടി, ജാതികൾക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി, കർത്താവിനെ അറിഞ്ഞവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുവാൻ ദൈവസന്നിധിയിൽ തന്നെ സമർപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുകയാണ്. അവന്റെ ആ ദൈവമഹത്വം നാമും ഉള്ളതുപോലെ അറിഞ്ഞിരുന്നെങ്കിൽ, നാം ആ പരിജ്ഞാനത്തിന്റെയും ജ്ഞാനത്തിന്റെയും ഒരു ജ്ഞാനവും പരിജ്ഞാനവും, ദൈവത്തിന്റെ പരിജ്ഞാനവും, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലൊന്ന് മുന്നോട്ട് വന്നിരുന്നെങ്കിൽ എന്ന് പൗലോസ് സഭയെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യരെ സംബന്ധിച്ച് ശക്തിയോട് ബലപ്പെടേണ്ടതിന്, നമ്മുടെ ഏത് സാഹചര്യമായിരുന്നാലും നമുക്ക് ആ ദൈവമഹത്വം നാം ഗ്രഹിക്കുകയാണെങ്കിൽ, നമ്മുടെ ആത്മാവിൽ നമുക്ക് ശക്തി ഉണ്ടെങ്കിൽ, നമ്മുടെ അകത്തെ മനുഷ്യൻ ബലം പ്രാപിക്കുകയാണെങ്കിൽ, ബലം പ്രാപിച്ചാൽ നമുക്കിതൊക്കെ സാധ്യമാകുമെന്ന് പൗലോസ് മനസ്സിലാക്കുന്നു. അങ്ങനെ ജീവിക്കുന്നു. ആണെങ്കിലും ക്രിസ്തു മൂലമാണ് താൻ ആയിരിക്കുന്നതെന്നും കർത്താവ് തനിക്ക് വെളിപ്പെടുത്തിയ മർമ്മത്തെക്കുറിച്ചും വ്യക്തമായ ധാരണ പ്രാപിച്ചത് കൊണ്ട് തന്നെ ആ ഒരു ദൈവശക്തി ഓരോ വിശ്വാസിയിലും വ്യാപരിച്ച് ഈ ആത്മാവിനാൽ അകത്തെ മനുഷ്യൻ ശക്തി പ്രാപിക്കണമെന്ന് താൻ ഹൃദയംഗമായി ആഗ്രഹിക്കുകയാണ്. കാരണം ദൈവത്തിന്റെ അപ്രമേയ ധനം, ആ ദൈവസ്നേഹം, ഇതൊക്കെ നമ്മുടെ ബുദ്ധിക്ക് എത്താത്തതാണെന്ന് പൗലോസ് മനസ്സിലാക്കിയപ്പോൾ ആ ഒരു ദൈവകൃപയിലേക്ക് എല്ലാവരും കടന്നു വരണമെന്നും ആ ദൈവസ്നേഹം അനുഭവിക്കണമെന്നും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നവരായിട്ട് മാറണമെന്നും അതിൽ ആത്മാവിൽ വളരണമെന്നും യഥാർത്ഥമായിട്ട് പൗലോസ് ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും നാമും നമ്മുടെ കൂട്ടുവിശ്വാസികളെ കുറിച്ച്, നമ്മുടെ സഹോദരങ്ങളെ കുറിച്ച്, നമ്മുടെ ദൈവമക്കളെ കുറിച്ച് നമ്മുടെ ആഗ്രഹവും ആകണമെങ്കിൽ നമുക്കും യഥാർത്ഥമായ ഒരു നമ്മുടെ ഹൃദയദൃഷ്ടികളും പ്രകാശിക്കപ്പെടണം. നമ്മെക്കുറിച്ചുള്ള വെളിയാലുള്ള ആശയം എന്നതെന്ന് നാം മനസ്സിലാക്കണം. നാം ആ കൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായി ആണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾക്കും വ്യത്യാസം വരും. നമ്മുടെ കൺസേൺസ്, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരോടുള്ള നമ്മുടെ സഭയെ കുറിച്ചുള്ള നമ്മുടെ കൺസേൺസ് തന്നെ മാറുന്നതായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ സാധിക്കും. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിപ്പാനും വരം നൽകണമെന്നും, നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോട് ഗ്രഹിക്കുവാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. ഇവിടെ എല്ലാവിധ ആത്മീയ അനുഗ്രഹങ്ങളും കൊണ്ടും നാം നിറയപ്പെടുകയും യഥാർത്ഥമായി ക്രിസ്തുവിന്റെ സുവിശേഷത്തെ മനസ്സിലാക്കുകയും ദൈവത്തിന്റെ അനാദി നിർണയം നാം ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ചെയ്യുന്നവരായി തീരണം. അത് മാത്രമല്ല, ദൈവസ്നേഹത്തെ നാം ഗ്രഹിക്കുന്നവരായി തീരണമെന്ന് പൗലോസ് ഹൃദയംഗമായി ആഗ്രഹിക്കുകയാണ്. ആ ദൈവസ്നേഹത്തിന്റെ വീതിയും നീളവും ആഴവും ഒരു നമ്മുടെ ചെറിയ ബുദ്ധി അതിനുവേണ്ടി തുറക്കപ്പെട്ടാൽ മാത്രമേ, നമ്മൾ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് ബലപ്പെട്ടാൽ മാത്രമേ, നമ്മുടെ ഹൃദയദൃഷ്ടികൾ പ്രകാശിക്കപ്പെട്ടാൽ മാത്രമേ നമുക്കത് മനസ്സിലാകുവാൻ സാധിക്കുകയുള്ളെന്ന് പൗലോസ് ഇവിടെ ഓരോ വിശ്വാസിയെ കുറിച്ചും പ്രാർത്ഥിക്കുകയാണ്. പരിജ്ഞാനത്തെ കവിയുന്ന ദൈവസ്നേഹം നാം ഓരോരുത്തരും അറിയുവാനും അതിൽ നാം വളരുവാനും പൗലോസ് ഇവിടെ ആഗ്രഹിച്ച് ഓരോ വിശ്വാസികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇതൊക്കെ പൗലോസ് പ്രാർത്ഥിക്കുമ്പോഴും പൗലോസിന് ഒരു ഉറപ്പുണ്ട്. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാല് കഴിയുന്ന ഒരു ദൈവത്തെയാണ് നാം പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ആ ദൈവം സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറയുമായി മഹത്വപ്പെടട്ടെ. നമുക്ക് മറ്റുള്ളവരെ കുറിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്നതിന്, നമുക്ക് ദൈവസ്നേഹം മനസ്സിലാക്കുവാൻ കഴിയുന്നതിന്, അത് മറ്റുള്ളവരോട് സുവിശേഷം പറയുന്നതിന് ഒക്കെ നാം ശ്രമിക്കുമ്പോഴും അതിനെല്ലാം വേണ്ടി നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും നാം ഒരു കാര്യം ഇവിടെ പൗലോസ്
ഊന്നൽ കൊടുക്കുകയാണ്. ഇതെല്ലാമാണെങ്കിലും ഇതിന് അപ്പുറമായിട്ട് കർത്താവ് നമ്മൾ ഓരോരുത്തരിലും ഓരോ ക്രിയ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനേക്കാൾ നാം ചോദിക്കുന്നതിനേക്കാൾ ഉപരിയായി അങ്ങനെ ഒരു ദൈവസ്നേഹത്തിലേക്ക്, അങ്ങനെ ഒരു ആത്മാവിന്റെ ധൈര്യത്തിലേക്ക് നമ്മെ കർത്താവിന് നടത്തുവാൻ സാധിക്കുമെന്നാണ് പൗലോസ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഇവിടെ അപ്പോൾ അങ്ങനെ ഒരു പ്രാർത്ഥനയാണ് പൗലോസിനുള്ളത്. അതുകൊണ്ട് നാമും നമ്മുടെ ബുദ്ധിക്ക് എത്താത്ത കാര്യങ്ങളാണെങ്കിൽ പോലും ദൈവശക്തിയാൽ സകലവും സാധ്യമാകും എന്നുള്ള എന്നതാണ് നമുക്ക് ഈ വേദഭാഗത്തിൽ നിന്ന് വായിക്കുന്നത്. പലപ്പോഴും നമ്മൾ അവിടെ ഈ വേദഭാഗം നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവരെന്നുള്ള ഭാഗം നാം ലോകത്തിലെ പല നന്മകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോൾ എടുത്ത് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ അതിലെല്ലാം ഉപരി ആ ദൈവസ്നേഹത്തെ ഗ്രഹിക്കുവാനും ദൈവത്തിന്റെ മുൻനിർണയത്തെ മനസ്സിലാക്കുവാനും ക്രിസ്തുവിലുള്ള മർമ്മത്തെ മനസ്സിലാക്കുവാനുമുള്ള പൗലോസ് പ്രാർത്ഥിക്കുന്നതിലുപരി കർത്താവിന് ചെയ്യുമെന്നുള്ള ഒരു ധ്വനിയാണ് ആ വചനത്തിലുള്ളത്. ഇവിടെ മാത്രവുമല്ല, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങൾ വസിപ്പാൻ വരം നൽകണമെന്നും പൗലോസ് ഇവിടെ പ്രാർത്ഥിക്കുന്നു. നാം സകലവും സാധ്യമാകുന്നത് നമ്മളെ ഒരു നന്മ കൊണ്ടുമല്ല, നാം ആരിൽ വിശ്വാസം നമ്മുടെ വിശ്വാസത്തിന്റെ അളവ് കൊണ്ടുമല്ല, എന്നാൽ നാം ആരിൽ വിശ്വാസം വെച്ചിരിക്കുന്നു എന്നുള്ള നാം വിശ്വസിക്കുന്നവനിലൂടെ ആണെന്നുള്ളത് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ അകത്തെ മനുഷ്യൻ ആത്മീയ പ്രകൃതിക്ക് വ്യക്തമായ ഒരു വ്യത്യാസം ദൈവം നമ്മൾ ഉണ്ടാക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ എന്ന് ചിലയിടങ്ങളിൽ പറയുന്നു. നമ്മുടെ അകത്തെ മനുഷ്യനെന്ന് പറയുന്നു. ഇതെല്ലാം നമ്മുടെ ആത്മീയ മനുഷ്യനെ കാണിക്കുകയാണ്. അത്ഭുതങ്ങൾ നാം ഭൗതിക ആവശ്യങ്ങളെക്കാൾ ഉപരി നാം നമ്മുടെ ആത്മാവിൽ ബലപ്പെടുവാനാണ് ഇവിടെ പൗലോസിന്റെ പ്രാർത്ഥനയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സകല വിശുദ്ധന്മാരോടും കൂടെ നാമം ഗ്രഹിക്കുവാൻ. അപ്പോൾ ഇവിടെ ഒരാൾക്ക് വേണ്ടിയല്ല, ഒരു സഭയ്ക്ക് മുഴുവൻ, ഒരു ലോകത്തിലെ മുഴുവൻ വിശുദ്ധ സംഘത്തിന് വേണ്ടിയും നാം പ്രാർത്ഥിക്കുവാനുള്ള പ്രാർത്ഥന നാം എല്ലാവരും ആത്മാവിൽ ശക്തിപ്പെടണമെന്നുള്ളതാണ്. മാത്രമല്ല, നിറയ്ക്കുന്നവന്റെ നിറവാൽ നാം നിറയപ്പെടണം. നമുക്കറിയാം, നമ്മുടെ കർത്താവിന്റെ നിറവെന്ന് പറയുന്നത് അഗോചരമാണ്, അതിന് അളവില്ലാത്തതാണ്. അങ്ങനെയുള്ള ദൈവത്തിൽ അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ് നമുക്ക് ചോദിക്കാൻ ഒരു പരിധിയുണ്ട്, നമ്മുടെ ബുദ്ധിക്ക് ചിന്തിക്കാവുന്നതിനൊരു പരിധിയുണ്ട്. എന്നാൽ ദൈവം ഇതിനൊക്കെ വലിയൊരു ആകയാൽ ആ ദൈവത്തിന്റെ അപ്രമേയ ധനത്തിനൊത്തവണ്ണം നമ്മെ നിറയ്ക്കുവാനും സകലവിധ ആത്മീയ അനുഗ്രഹങ്ങളാലും നടത്തുവാനും ദൈവം പ്രാപ്തനാണ്. അങ്ങനെ ഒരു ദൈവശക്തിയിലേക്ക് നമുക്ക് കടന്നു വരാം. നമ്മുടെ സാഹചര്യങ്ങൾ ഏതുമാകട്ടെ, നാം ആരെ വിശ്വസിച്ചിരിക്കുന്നത് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ, നാം ആർക്കു വേണ്ടി ബന്ധിതരായിരിക്കുന്നത് ഉറപ്പുണ്ടെങ്കിൽ, നമ്മുടെ സാഹചര്യങ്ങളൊക്കെ നമുക്ക് സന്തോഷമായി തീരും. നമ്മുടെ കഷ്ടത്തിലും നമുക്ക് മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുവാനുള്ള ധൈര്യം ദൈവം നമുക്ക് നൽകും. മാത്രമല്ല, നമ്മെക്കുറിച്ചുള്ള മുൻനിർണയത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ നമുക്ക് വരുമ്പോൾ നമ്മുടെ സഭയെക്കുറിച്ച്, നമ്മുടെ സ്വന്തം ജനത്തെക്കുറിച്ച്, വിശുദ്ധന്മാരെ കുറിച്ചുള്ള പ്രാർത്ഥന തന്നെ അവരുടെ എല്ലാം ജീവിതത്തിൽ ആ ആത്മീയ നന്മകൾ, ദൈവസ്നേഹം വർദ്ധിക്കുന്നതിന് വേണ്ടി ആയിത്തീരും. അങ്ങനെ നമ്മുടെ ജീവിതത്തിലും യഥാർത്ഥമായ ഒരു വ്യത്യാസം ഉണ്ടാകട്ടെ, നമ്മുടെ ഹൃദയദൃഷ്ടികൾ പ്രകാശിക്കപ്പെടട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നമുക്ക് തുടർന്ന് അടുത്ത ആഴ്ചകളിൽ ഈ പുസ്തകത്തിന്റെ മറ്റധ്യായങ്ങൾ പഠിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെ ഹല്ലേലൂയ, സ്തോത്രം. ഇത്രത്തോളം വചനം സംസാരിപ്പാൻ കർത്താവിനെ ഉപയോഗിച്ചു.